എന്റെ ഗീത ഈ കുടുംബശ്രീക്കാരെല്ലാം പോകുന്ന പോലെ ഈ ചുറ്റുവട്ടത്തെങ്ങാനും പോയാ പോരെ ടൂറൊക്കെ? ഇത്രയും ദൂരം പോണോ? ആ ഞാനാണെങ്കിൽ 5-6 പ്രാവശ്യം പോയതാ ഊട്ടിയിലൊക്കെ. ചിലപ്പോ മോഹിനി റംലി ഒന്നും ഇതുവരെ പോയിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും ഊട്ടി പോവാന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്. അതൊക്കെ നീ പറഞ്ഞത് ശരിയാ. ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. ശരി, ഓക്കെ. അമ്മ ടൂർ പോകാൻ തീരുമാനിച്ചാ? എന്ത് ചെയ്യാനാ മോളെ, കുടുംബശ്രീയുടെ സെക്രട്ടറി ആയി പോയില്ലേ, പിന്നെ പോവണ്ടേ? 2 ദിവസം കൂടി ഉണ്ടാവില്ലേ? ഉണ്ടാവില്ല. എന്താ ചെയ്യാ? പോയേ പറ്റി. പോയിട്ടില്ലെങ്കിൽ അതിനും അവര് കുറ്റം പറയും. അമ്മയ്ക്ക് പോകണ്ടെങ്കിൽ പോകണ്ട. നീ കൊണ്ടുപോകും എന്നെ? പോവാൻ താല്പര്യമൊക്കെ ഉണ്ട്. പിന്നെ ടൂറൊക്കെ പോകാനായിരിക്കും താല്പര്യമില്ലാത്ത? നിന്റെ അച്ഛനാ കന്നി എവിടെയും കൊണ്ടുപോകുന്നില്ല. എനിക്ക് ഇവിടെ ഇരുന്ന് മടുത്തു. അമ്മേ എന്നാ ഞാനും വരുന്നുണ്ട്, എനിക്കൊരു വ്ളോഗ് എടുക്കാലോ. എന്നാ ഞാനും വരുന്നു. അങ്ങനെ ഞാനും ഉണ്ട്. അങ്ങനെ എന്റെ വാലെ തൂങ്ങിട്ട് ആരും വരാൻ നിൽക്കണ്ട. അവിടെ പോകുന്നുണ്ടെങ്കിൽ വാലെ തൂങ്ങിക്കോളൂ. രണ്ടിനും സമാധാനായ? ചേച്ചി, ഇതെന്താ കാര്യമെന്നറിയാവോ? അവരുടെ കൂടെ ഇങ്ങനെ ഗോസിപ്പ് ഒക്കെ പറയണല്ലോ, പരദൂഷണം. അത് നമ്മൾ വന്ന് നടക്കത്തില്ല. ഈ ടൂറ് പോക്കിന്റെ ഉദ്ദേശം തന്നെ ഗോസിപ്പ് പറയല. ഊട്ടി എത്തുന്നവരെ ഇങ്ങനെ പറഞ്ഞോണ്ടേയിരിക്കും നമ്മള്. പാട്ടൊന്നും വെക്കത്തില്ല. ആരെ പറ്റി എത്ര പരദൂഷണം പറയാനുള്ളേ? എല്ലാരെ കുറിച്ചും പറയാനുണ്ട്. നമ്മളെ പറ്റി, മക്കളെ പറ്റിയും പറയും. നിന്നെ കുറിച്ച് മാത്രല്ല, ഇവരെ 3 കുറിച്ചും പറയും. ഇത് പറഞ്ഞോണ്ടേ ഞങ്ങൾ അവിടെ എത്തത്തുള്ളൂ. അപ്പൊ ചേച്ചി എന്താണ്? എന്നെ പരദൂഷണം പറയോ? പറയും. നിന്നെ പറ്റി മാത്രമായിരിക്കും പറയണ ചിലപ്പോ. ഇതൊറ്റ റോണിക്കേന്റെ അമ്മ അറിഞ്ഞ ഞാൻ അറിഞ്ഞു കഴിഞ്ഞാ ഒന്നുമില്ല. ഇതൊരളക്കം. ഒന്നുമില്ല. ഇതോടാ അത് റോണിക്ക ഇല്ലേ എന്റെ കൂടെ പഠിക്കണേ, എനിക്ക് അവളുടെ അടുത്ത് ഒരു ക്രഷ് ഉണ്ട്. അവളെ ഞാൻ വിളിക്കാൻ. അയ്യോ, ഈ ചെറുക്കനെ സൂക്ഷിക്കണോട്ടാ, സഞ്ജുനെക്കാരി കുരുത്തക്കെട്ടാനാ. ഒരു ക്രഷ്. അയ്യോ, എന്തോരം സാരി അമ്മക്ക്. എന്നിട്ട് പറയും എനിക്ക് സാരിയില്ല എന്ന്. 2 സാരി എടുത്ത് എന്റെ അലമാരയിൽ എടുത്ത് വെച്ചാലോ? ഞാൻ ജാക്കറ്റ് തപ്പുമായിരുന്നമ്മേ. എന്തോ ഇത് ജാക്കറ്റ് കടയാണോ? അല്ല, ജാക്കറ്റ് കടയല്ല, പക്ഷെ എന്നാലും ഇതിൽ ഉണ്ടായിരുന്നു ഇന്നാള് ഒരു ജാക്കറ്റ്. ഇതിനകത്ത് ജാക്കറ്റ് ഒന്നുമില്ല. അല്ല അമ്മ, മുമ്പ് മധു യൂറോപ്പ് പോകാൻ വേണ്ടിട്ട് പൈസ കൊടുത്തത് ഓർക്കുന്നുണ്ടാ? ഞാനൊന്നും ഓർക്കുന്നില്ല. കൊടുത്തു, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ യൂറോപ്പ് പോവാതെ അവൾ ആ പൈസക്ക് ജാക്കറ്റ് മേടിച്ചത് അമ്മ ഓർക്കുന്നുണ്ടോ? അത് ഞാൻ ഓർക്കുന്നുണ്ട്. ആ ജാക്കറ്റാ ഞാൻ തപ്പിയത്. അത് പിന്നെ ഞാൻ എന്റെ സരിതയുടെ മോക്ക് കൊടുത്തു. അതൊക്കെ എന്തിനാ ഓർമ്മിപ്പിക്കുന്നത്? എന്റെ മോള് മേടിച്ച ജാക്കറ്റ് അമ്മ സരിതയുടെ മോക്ക് കൊടുത്തു. അതെന്താ എനിക്ക് കൊടുക്കാൻ പാടില്ലേ? എന്നാലും അവൾ എത്ര ആഗ്രഹിച്ച് മേടിച്ചതാ അമ്മേ. അല്ല, പൈസ ചിലപ്പോ അമ്മയുടേതായിരിക്കും, പക്ഷെ എന്നാലും എന്റെ മോള് ആഗ്രഹിച്ച് മേടിച്ചതല്ലേ. ആ ജാക്കറ്റാ ഞാനിപ്പോ തപ്പത്. ഇതിനകത്ത് ഇല്ല. അത് ഇതിനകത്ത് ഞാൻ ഇന്നാള് കണ്ടായിരുന്നു. ഇതിന്റെ അല്ല, ഇതിന്റെ അകത്ത് ഉണ്ടായിരുന്നു. എന്റെ കയ്യിറുമേ നിങ്ങൾക്കുണ്ടല്ലോ വയസ്സാം കാലത്ത് ഒരു തുള്ളി വെള്ളം തരാൻ ഒരാളുണ്ടാവൂല. വേണ്ട, നീ എനിക്ക് വെള്ളം തരണ്ട കേട്ടോ. വേണ്ടല്ലോ. എന്നാ ഇതാ, ഇന്ന് ഈ നിമിഷം മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം, എനിക്ക് എന്റെ കാര്യം. അപ്പൊ നിന്റെ ഭർത്താവിന്റെ കാര്യം ഉൾപ്പെടുവോ? ഭർത്താവിന്റെ കാര്യം ഉൾപ്പെടും, എന്റെ 4 മക്കളെ കാര്യം ഉൾപ്പെടും. പക്ഷെ നിങ്ങളുടെ കാര്യം ഞാൻ ഉൾപ്പെടുത്തത്തില്ല, അത്ര തന്നെ. അല്ല, നിനക്കിപ്പോ എന്തിനാണ് ജാക്കറ്റ്? എനിക്ക് വേറെ ജാക്കറ്റ് ഇരിപ്പുണ്ട്. അത് നമ്മളെ കുടുംബശ്രീയിൽ എല്ലാരും കൂടി ഊട്ടിയിൽ ടൂർ പോകുന്നുണ്ട്. അപ്പൊ എനിക്കും പോണം. ഊട്ടി പോയി കിടന്ന് തുള്ളാൻ പോയിരിക്കും അല്ലേ? തുള്ളുന്നത് നിങ്ങളെ മോള് സരിതയായിരിക്കും, അല്ലാതെ ഞാനെന്നല്ല. അയ്യോ, നീ ആയതുകൊണ്ട് തുള്ളുകയും ചെയ്യോ അവിടെ കിടന്നോണ്ട്? എനിക്കറിയാം മോളെ. ഊട്ടിയിൽ തുള്ളാനെന്നല്ല പോകുന്നത്, കാഴ്ചകൾ കാണാനാ പോകുന്നത്, അല്ലാണ്ട് അവിടെ പോയി തുള്ളി കളിക്കാനല്ല. എനിക്ക് നിങ്ങളെ ജാക്കറ്റ് ഒന്നും വേണ്ട. ഞാനിപ്പോ തരാടി എന്റെ ജാക്കറ്റ്. തന്നാലും ഞാൻ മേടിക്കുന്നില്ല, അത്ര തന്നെ. തന്നിട്ട് വേണ്ട മേടിക്കാൻ. ഞാൻ പോകുന്നതൊക്കെ എവിടേക്ക് തള്ള മാറണോ നോക്കി എന്തെങ്കിലും മോട്ടിക്കാൻ പറ്റുക. പലതും എന്നെ ഇത് കാണാൻ പോയിട്ടുണ്ട്. അപ്പൊ നീയാ എല്ലാത്തിനും ഉത്തരവാദിയല്ലടി. എടി, ഞാൻ വെറുതെ ആ പിള്ളേരെ എല്ലാം കൂടെ കുറ്റം പറഞ്ഞു. ഞാൻ എന്താ മോഷ്ടിക്കാൻ വേണ്ടി ജനലും വാതിലെല്ലാം അടച്ചിട്ടാണോ നോക്കിയത്? അല്ലല്ലോ, പരസ്യമായിട്ടല്ലേ നോക്കിയത്. അത് മോഷ്ടിക്കല. എടി, എന്റെ പല പ്രാവശ്യം എന്റെ പൈസ പലതും നീ എടുത്തോണ്ട് പോയിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ പൈസ എടുത്തിട്ട് വേണ്ട എനിക്ക് എന്റെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിട്ട്. വാക്കുകൾ ഉപയോഗിക്കുമ്പോ സൂക്ഷിക്കണേ. അങ്ങോട്ട് സൂക്ഷിക്കണം. നീ ആരും ഇവിടെ കിടന്നോട്ട് അഭ്യാസം കളിക്കാൻ കക്കുന്നു. നീ കക്കും. ഇയാളുടെ എനിക്കറിയാം, നീ തന്നെ കക്കുള്ളൂ. നിങ്ങൾ പരസ്യമായിട്ട് എവിടെ പൈസ വെച്ചിട്ടുള്ളത്? ഇനി ഞാൻ എന്റെ താക്കോൽ ഒരിടത്ത് മുക്കില്ല, എന്റെ അരയെ തന്നെ ഇരിക്കൂടി. നീ ഇന്ന് മൂട്ടിക്കാൻ വാ കേട്ടോ. ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും അടിച്ചോണ്ട് പോയാലോ? പോണ പോക്കണം. എന്നാ കണ്ടില്ലായിരുന്നെങ്കിൽ എന്തെങ്കിലും നീ കൊണ്ടുപോകും. എനിക്കറിയാം, നീ എന്തെങ്കിലും അടിച്ചു മാറ്റാൻ വേണ്ടി തന്നെ വരുന്ന. ജാക്കറ്റ് എന്ന് പറഞ്ഞോണ്ട് വരിക.
നോക്കി പഠിപ്പിക്കുന്ന കേട്ടോ. അടിച്ചു മാറ്റാൻ വേണ്ടി അതിൽ കനജ വെച്ചിന് നിങ്ങൾ. ഒന്നും തല്ലടി നിനക്ക്. അമ്മേ അത് തീർന്നു, അടുക്കളയിൽ ഇത് തീർന്നെന്ന് പറഞ്ഞോട്ട് വച്ചിരിച്ചില്ല തന്നെ ഇച്ചിരിച്ചില്ല തന്നെ പറഞ്ഞു പാടി കൂട്ടും തന്നെ അടി നിൽക്കുക. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ എനിക്ക് എന്താ തന്നിട്ടുള്ളത്? എന്നെ ഇവിടെ കെട്ടിച്ച് വന്നപ്പോ നിങ്ങൾ എന്നെ എന്തൊക്കെ ചെയ്തായിരുന്നു? അതൊന്നും ഞാൻ മറന്നിട്ടൊന്നുമില്ല അമ്മേ. ആ ഓർമ്മിപ്പിക്കരുത് എന്നെ കൊണ്ട്. ഓർമ്മിപ്പിക്കല്. പിന്നെ ഞാൻ നിങ്ങളെ നോക്കുന്നത് എന്റെ അമ്മ പഠിപ്പിച്ച സംസ്കാരം, അതുകൊണ്ട് ഞാൻ നിങ്ങളെ നോക്കുന്നത്. പഴയതൊന്നും ഓർമ്മിപ്പിച്ചിട്ട് എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കാൻ നിൽക്കരുതേ. ഈ ഉണ്ടക്കണ്ടിട്ട് എന്നെ നോക്കുന്ന മാത്രമേ ഉള്ളൂ, ഞാൻ തന്നെ എന്തെങ്കിലുമൊക്കെ ഭക്ഷിക്കുന്നത്. നാവ് നിങ്ങൾ പുറത്തേക്ക് ഇടുന്നത് തന്നെ കളവ് പറയാനും ഭക്ഷണം കഴിക്കാനുമാ. വേറെ എന്തിനാ നിങ്ങൾ നാവ് പുറത്തേക്ക് ഇടുന്നത്? എന്നാ ഞാൻ പട്ടിണി കിടക്കാം. സമ്മതിച്ചല്ലോ, സമ്മതിച്ചല്ലോ. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിട്ടാ നാവ് പുറത്തേക്ക് ഇടുന്നത്. പട്ടിണി കിടക്കാന്ന് പറഞ്ഞല്ലേ, സമ്മതിച്ചല്ലോ. ചില സത്യങ്ങൾ നമ്മൾ അറിയാണ്ടങ്ങ് തുപ്പിപ്പോകും, അത്ര തന്നെ. എടി നീ അടുക്കള ഇരുന്നോണ്ട് ഞാൻ കാണാതെ എന്തെല്ലാം വെട്ടി വിഴുങ്ങുന്നു, എന്നിട്ട് ഞാൻ തിന്നുന്നതിനാ കുറ്റം പറയുന്നത്. വെട്ടി വീങ്ങുന്നത് നിങ്ങൾ എന്താ കാണുന്നില്ലേ? ഞാനല്ല, ഞാൻ എനിക്ക് കണക്കായ കാര്യങ്ങൾ മാത്രമേ എടുത്ത് കഴിക്കാറുള്ളൂ. കാര്യങ്ങൾ മാത്രമേ കഴിക്കാറുള്ളൂ. ഞാൻ പലതും കാണാറുണ്ട്. ഞാൻ പിന്നെ ഒന്നും മിണ്ടാത്ത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ആട്ടെ, പാവപ്പെട്ട വീട്ടിൽ നിന്ന് വന്നാലേ എന്തെങ്കിലും വെട്ടി വരുങ്ങട്ടെ എന്ന് വെച്ചോണ്ട് ഞാൻ മിണ്ടാത്ത. നീ വലിയ കൂടുതൽ എന്നെ പഠിപ്പിക്കാൻ വരില്ലേ? എന്ത് പാവപ്പെട്ട വീട്ടിൽ നിന്ന് നിങ്ങൾ പറഞ്ഞ? ഫസ്റ്റ് ഉണ്ടല്ലോ നിങ്ങളുടെ വായിലിരിപ്പ് നന്നാക്കണേ, നിന്റെ കയ്യിലിരിപ്പ് നന്നാക്കണം. നിങ്ങൾ നല്ല രീതിയിൽ പെരുമാറി കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഞാനും അങ്ങോട്ട് നല്ല രീതിയിൽ പെരുമാറും. അത് തന്നെ ഞാനും പറയുന്നത്. നീ നന്നായിട്ട് നിന്നെ മലമാരി വന്ന് മോട്ടിക്കായിരിക്കുകയാണെങ്കിൽ ഞാനും അതുപോലെ നിന്നോളാം. അമ്മേ, നിങ്ങൾ എന്നോട് ഏത് രീതിയിൽ ഇങ്ങോട്ടേക്ക് പറയുന്നോ അതിനനുസരിച്ച് മാത്രമേ എനിക്കും അങ്ങോട്ടേക്ക് പറയാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ അമ്മക്ക്? ഇപ്പൊ കാര്യങ്ങൾ കറക്റ്റ് കത്തിയോ? ഇനി പോവാലോ എനിക്ക്. അങ്ങനെ പറയാൻ എന്താ കാരണം? നിന്റെ പൊന്ന് മോളായി നീ കുമ്മായൊക്കെ അങ്ങ് അടിച്ചു കഴിഞ്ഞാണ്ടല്ലേ, നീ ഏത് സൂര്യൻ വന്നാലും നിനക്കൊന്നും പറ്റൂല, നല്ലോണം കായും വരും. ഡേ നീ കൂടുതൽ വാചകമൊന്നും അടിക്കണ്ട. നീ എനിക്ക് 2000 രൂപ നിനക്ക് കിട്ടാതെ എനിക്ക് 1000 രൂപ തരത്തില്ലെന്ന് എനിക്ക് അറിയടാ. അങ്ങനെ നീ മാത്രം കമ്മീഷൻ അടിച്ചു മാറ്റണ്ട. എൻ്റെ വേണിക്കുട്ടാ, നമ്മൾ കുറേ നാളായില്ലേ കച്ചവടം തുടങ്ങിയിട്ട്. നീ എന്തിനാ എൻ്റെ കൈ വേഷം കിടക്കുന്നത്? ഒരു പണി ചെയ്യ്, നീ ഒരു 500 രൂപ എനിക്ക് താ. അപ്പോൾ എനിക്ക് 1500 രൂപയാണ്, നിനക്കും 1500 രൂപയാണ്. സമാസമാവും. അങ്ങനെയുള്ള കച്ചവടമൊക്കെ മതി. പിന്നെ ഒരു കാര്യം, നീ വലിയ ലുട്ടുള്ളുക്ക് വണ്ടിയും കൊണ്ട് വന്നേക്കരുത്. എൻ്റെ ഭാര്യയ്ക്കൊക്കെ യാത്ര ചെയ്യേണ്ടതാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ പെട്ടെന്ന് 500 രൂപ ഇടണേ. നീ മാത്രം അങ്ങനെ കമ്മീഷൻ അടിച്ച് മാറ്റണ്ട. ശരി ഓക്കെ. എടാ ചക്ക, നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം. അച്ഛാ, എടീ നീ എന്താ ഇതിന്റെ മുകളില്? ഞാൻ വേനൽക്കാലം വരുമല്ലോ, ഞാൻ ഇപ്പൊ കുറച്ച് കുമ്മായ അടിച്ചു കൊടുക്കുമായിരുന്നു മാവിന്. കുമ്മായം ഇതിന് മാത്രം ആക്കണ്ടടാവ്. ഈ തെങ്ങും ഈ വൃക്ഷമൊക്കെ നിപ്പില്ല, എല്ലാത്തിനും അടിച്ചു കൊടുക്കും. നന്നാവട്ടെ. എല്ലാത്തിനും കുമ്മായ അടിക്കാം. ആരായിരുന്നു ഫോണില്? ഫോണിൽ എൻ്റെ പാർട്ട്ണർ ബിസിനസ്, ഞാൻ കച്ചവടം നടത്തിയ കാര്യം സംസാരിച്ചു. വേണുക്കുട്ടൻ. വേണുക്കുട്ടൻ എന്താ? നാണം ഇല്ലല്ലോ അച്ഛാ, സ്വന്തം ഭാര്യ പോകുന്ന വണ്ടി പഠിച്ച് അതിൽ നിന്ന് കമ്മീഷൻ വാങ്ങിക്കാൻ വേണ്ടി. അതിപ്പം വേണുക്കുട്ടനല്ലേ ഏർപ്പാടാക്കി തന്നു. അത് മാത്രമല്ല, എൻ്റെ ഭാര്യ മാത്രമല്ല, വേറെ ഒരുപാട് പെണ്ണുങ്ങൾ യാത്ര പോകുന്നുണ്ട്. കുറെ പെണ്ണുങ്ങൾ പോകുന്നുണ്ട്. ഏതാ ബസ്? എന്താ ലോകസുന്ദരിന്നോ ഭൂലോകസുന്ദരിന്നോ എന്തോ വേണ്ടൊക്കെ പേര് പറഞ്ഞു, എനിക്കറിയാൻ. മറ്റേ ഭൂലോകസുന്ദരിയാ? അത് തന്നെ, അങ്ങനത്തെ ഒരു പേരാ പറഞ്ഞു. പാട്ട വണ്ടിയാ, അതിന് ടയറും കൂടെ ഉള്ളു ഇനി തയ്യാൻ വേണ്ടി. ഒറ്റ എറിവച്ചിരുന്നു. അത് ഉഗ്രം വണ്ടിയാണ്. അത് നല്ല കിടിലമായിട്ട് പണി തിറക്കി AC ഒക്കെ ആയിട്ട് നല്ല ചില്ലായിട്ട് പോകുന്ന വണ്ടിയാ. എന്തോ AC? പാട്ട വണ്ടി എനിക്കറിയാം. അതാണോ അമ്മയുടെ വെള്ളിക്ക് വെച്ച് കെട്ടാൻ പോകുന്നത്? അനാവശ്യം നിനക്കറിയാവുന്ന കാര്യത്തിൽ ഇടപെട്ടാ മതി. പോയെ നിർത്ത്. ഈ അഴിമതി ഞാൻ സമ്മതിക്കോളൂ, ഞാൻ അമ്മയോട് പറയും. നീ പോയി പറ. ഞാൻ പറയും. ഞാൻ വണ്ടി കൊണ്ടിട്ട് കാണിച്ചു കൊടുക്കൂടാ. പോടാ. അയ്യടാ, ഞാൻ അമ്മയോട് പറയും. അവര് ഇത് പോയി കഴിഞ്ഞാൽ ഈ പാട്ട വണ്ടി അമ്മക്ക് കൂടെ നടക്കണം. അമ്മ സെക്രട്ടറി എന്നറിയാലോ. നീ ഇപ്പൊ എന്തിനാ അതിനെ പുറത്ത് കയറിയിരിക്കുന്നത്? ഇതിനടിക്കാൻ. എന്നാ അടി. ഞാൻ അടിച്ചോളാം. അതെങ്കിലും നേരാമണ്ണം ചെയ്യും. അല്ല, ഇത് അമ്മയോട് പറയട്ടെ, എന്നിട്ട് അടിയൊക്കെ ഉള്ളു. എന്റെ പൊന്നെ, അപ്പൊ എത്ര രൂപ കമ്മീഷൻ കിട്ടി? കൊറേ കിട്ടി കാണൂലോ. എന്റെ പോക്കറ്റിൽ 5 പൈസ വരുന്നതിൽ നിനക്ക് ഇത്രയ്ക്ക് വിരോധമായോട്? അപ്പൊ കൊറേ കിട്ടി. എന്നാ ഞാൻ അമ്മയോട് പറയാതിരിക്കാം. നീ എന്ത് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന? നീ എന്തിനു പറയാതിരിക്കാന്ന്? അതിന്റെ 50% എനിക്ക് കൂടെ തന്നാ മതി. എനിക്ക് കിട്ടുന്നത് വളരെ കുറച്ചാണ്. അധികം നിനക്ക് കൂടെ വേണം. വളരെ കുറച്ച്. വേണക്കുട്ടന് കമ്മീഷൻ പോവും, അച്ഛന് പോവും. അപ്പൊ കുറച്ചൊന്നും അല്ല കിട്ടത്, നല്ല കാശുള്ള ഏർപ്പാട്. അപ്പൊ എനിക്ക് 50% കിട്ടി അമ്മയോട് പറയും. നിനക്ക് നിന്റെ അമ്മയോടൊന്നും ഒരു സ്നേഹവും ഇല്ലല്ലേ? ഇത്ര നേരം വലിയ വായിൽ പറഞ്ഞല്ലോ അമ്മയ്ക്ക് പോകേണ്ട ബസ്സാണ്, അതിന്റെ സുരക്ഷ പ്രശ്നമാണ്, ഓനെയാണ് കൂനെയാണ്. ഡേ 5 പൈസയാ നിനക്ക് തരത്തില്ല. ഉറപ്പാണേ? ഉറപ്പാ. എന്നാ അമ്മ ഒന്ന് കാണട്ടെ. ഈ വേണ്ടാത്ത പണിക്ക് നിക്കല്ലേ സഞ്ജു. ഇറങ്ങും. നീ ഇതിൽ ഇറങ്ങത്തില്ലടാ. ഞാൻ എറിവിടാ, ഇവിടെ താഴെ എറിവിടാ. അച്ഛാ ചുമ്മാ ഷോ കാണിക്കല്ലേ അച്ഛൻ. പൊക്കെ. ഞാൻ ഒരിക്കൽ കൂടെ പറയണം, അടങ്ങി ഒതുങ്ങി നിന്റെ പണി നോക്കും. ഞാൻ അടിച്ചോളാം. പൊക്കോ. ഞാൻ പറയാൻ പോകുന്നില്ല. പൊക്കോ. ഉറപ്പാണോ? ഉറപ്പാ. പോ.
ദൈവമേ, ഈ കാശ്മീരിലൊക്കെ ഉള്ളവരൊക്കെ എങ്ങനെ ഈ തുണി കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാനുള്ള. എടി മണ്ടി, അവര് കുളിക്കാറും നനയ്ക്കാറൊന്നുമില്ല. ആണോ? അവിടെയാണ് ജനിച്ചാൽ മതിയായിരുന്നു. അവിടെ തണുപ്പല്ലേ? അത് തന്നെ പറഞ്ഞ അവിടെയാണ് ജനിച്ചാൽ മതിയായിരുന്നു. അലക്ക്. എന്തോ ഉള്ളായിരുന്നു അമ്മയ്ക്ക് ടൂർ പോകാനുള്ള പുതപ്പ് അലക്കി കൊടുക്കണതാ. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? പിന്നെ അമ്മയ്ക്ക് ടൂറിന് കൊണ്ടുള്ള പുതപ്പ് ഞങ്ങളല്ലാണ്ട് അച്ഛമ്മയുടെ കെട്ടിയുമ്പോ അലക്കൂ. എന്താ പറഞ്ഞേ? അല്ല, ഞങ്ങൾ അലക്കുവല്ലേന്ന്. എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇത് മനസ്സിലാവുന്നുണ്ട്. എടി, നിങ്ങളുടെ അമ്മ ടൂറിന് പോയ ഇവിടുത്തെ പണിയൊക്കെ ആര് ചെയ്യും? അച്ഛമ്മ ചെയ്യണം. 2 ദിവസമല്ലേ ഉള്ളൂ. ഞാൻ ചെയ്യണമെന്നോ? പിന്നെ അയ്യോ, എത്ര ദിവസം അമ്മയല്ലേ പണിയൊക്കെ ചെയ്തോണ്ടിരുന്നേ? അമ്മയ്ക്ക് വന്നേ. അച്ഛമ്മ നേരിട്ട് തന്നെ ചോദിക്കാം അമ്മ എടുത്ത്. എടി, നീ ടൂറിന് പോയാലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആരാ നോക്കുന്നത്? അല്ല അപ്പൊ ഞാൻ ചത്തുപോയാൽ ആര് നോക്കും? എന്റെ മോനെ കൊണ്ട് നല്ല സുന്ദരി പെണ്ണിനെ ഞാൻ കല്യാണം കഴിപ്പിക്കും. അച്ഛമ്മ വെറുതെ ഓരോന്ന് പറഞ്ഞ അമ്മേനെ ടെൻഷൻ അടിപ്പിക്കലേട്ടാ. അല്ലെ എനിക്കെന്ത് ടെൻഷൻ വന്നിനി? നാട്ടിലെന്താ പെണ്ണുങ്ങൾ നിരന്ന് നിൽക്കുന്നുണ്ടാ? ആ, അത് ചിലപ്പോ നിക്കുന്നുണ്ടാവും. അച്ഛൻ ഇപ്പോഴും ഭയങ്കര യങ്. എനിക്ക് പുതിയ അമ്മേനെ ആവശ്യമുണ്ടോ? ആ, എനിക്കത് പുഷ്പിത മതി. എനിക്ക് കൊള്ളാം. എടി, നീ ഊട്ടിക്ക് ടൂറ് പോയാലേ എന്റെ സാക്ഷരത ക്ലാസ് ഒന്നും എനിക്ക് മുടക്കാൻ പറ്റില്ല. എനിക്ക് കൃത്യസമയത്ത് ചോറും കറിയൊക്കെ ഉണ്ടാക്കണം. അതല്ലേ അമ്മയുടെ പ്രശ്നം. അതിനല്ലേ 2 മക്കൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നത്. ഞങ്ങളാ? എന്താ നിങ്ങള് അച്ഛമ്മയുടെ കൊച്ചുമക്കളല്ലേ? കൊച്ചുമക്കളൊക്കെയാണ്. ഞങ്ങളെ കൊണ്ടൊന്നും പറ്റില്ല അച്ഛമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാനൊന്നും. കൊച്ചുമക്കളാണെങ്കിൽ അച്ഛമ്മയുടെ കാര്യങ്ങള് കൃത്യ ചെയ്തിട്ട് സ്കൂളിൽ വിടേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തം. അച്ഛമ്മ സ്കൂളിൽ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. എന്തോടി പറഞ്ഞത്? ഇല്ല, അച്ഛമ്മയെ ഞങ്ങൾ സ്കൂളിലേക്ക് ഒരുക്കി വിടുവെന്ന് പറഞ്ഞതാ. പണ്ട് കാലത്ത് ഈ അച്ഛമ്മയാ നിങ്ങളെ സ്കൂളിലൊക്കെ ഒരുക്കി വിട്ടത്. അതൊക്കെ നിങ്ങൾ മറന്നുപോയി. എടി, ഇവറ്റകൾക്ക് അത് വല്ല അറിയാവോ? അല്ല അമ്മ, അന്നേരമൊക്കെ ഇവര് ചെറുതല്ലേ, ചിലപ്പോ പിള്ളേര് മറന്നുപോയതായിരിക്കും. എന്നാൽ ഇപ്പൊ ഇവര് ഒരുക്കി വിടും അല്ലേ? ആ ഒന്ന് ഉറച്ചു പറ. ആ ഒരുക്കി വിടാം. ഇപ്പൊ അമ്മയുടെ ടെൻഷൻ മാറിയല്ലോ. മാറിയെന്ന് പറ. ആ എന്നാ പിന്നെ എനിക്കൊരു ഗൂഗിൾ മീറ്റിംഗ് ഉണ്ട്. ഞാൻ അങ്ങോട്ട് പോയിട്ട് അതൊന്ന് അറ്റൻഡ് ചെയ്യട്ടെ. ഗൂഗിൾ മീറ്റിംഗാ? ആ, എന്ത് ഗൂഗിൾ മീറ്റിംഗ്? നമ്മളെല്ലാരും ടൂർ പോകുന്നവര് ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു മീറ്റിംഗ് ആക്കിയിട്ടുണ്ട്. ആ, അതിൽ ഞാൻ പങ്കെടുക്കണ്ടേ? ആ, ശരി. എടി മക്കളെ, നിന്റെ അമ്മയുടെ ഈ ടൂർ ഒന്ന് ആ പോക്കങ്ങ് മുടക്കാങ്കിലേ ഞാൻ നിങ്ങൾക്ക് 2 പേർക്കും നല്ല ഒന്നാന്തര ചുരിദാർ മേടിച്ചു തരാം. ഇങ്ങനെ ചീപ്പാവല്ലേ അച്ഛമ്മ? എടി, ഞാൻ ഉള്ളതാ പറഞ്ഞു, നല്ല പളപളന്ന് തിളങ്ങുന്ന ചുരിദാര്. വേണ്ട. ഒരു സാധനം ഇനിയുള്ള കാലത്ത് എന്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് എന്റെ പൊന്നു മക്കള് 2 വിചാരിക്കണം കേട്ടോ. ഞാൻ എന്റെ സജുവിനെല്ലാം മേടിച്ചു മേടിച്ചെടുത്തു. കൊടുക്കൂടി. ആ, കൊടുത്തു. അച്ഛമ്മേ, എനിക്ക് അടി തരാമോ? അച്ഛമ്മേന്റെ മേക്കപ്പ് ഇടുന്നു എന്ന് പറഞ്ഞിട്ട് വന്നേരം കേട്ടോ. തരാം. അച്ഛമ്മക്ക് ഞങ്ങളുടെ ആവശ്യം വരുമല്ലോ, അപ്പോഴും ഞങ്ങൾ കാണിച്ചു തരാം. ഓ, നിങ്ങളുടെ ആവശ്യം എനിക്ക് എന്നാ ഉണ്ട്? ഒന്നും നിങ്ങൾ എനിക്ക് ചെയ്തു തരാറില്ല. അല്ലെങ്കിൽ ഞങ്ങക്ക് കുറെ ഉരുട്ടി തരാറുണ്ടല്ലോ. എന്തെങ്കിലും മേടിച്ചു തരാറുണ്ട്. അതുപോലെ കാര്യ സാധ്യത്തിന് മാത്രം. ഓ, 2 കണക്കാ. കണക്കാ. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തള്ളയുടെ സൈഡിൽ നിൽക്കോളെന്ന് എനിക്കറിയാം. പിന്നെ ഞങ്ങള് ഞങ്ങളുടെ തള്ളയുടെ അല്ലാണ്ട് വേറെ വല്ലവരെയും സൈഡ് നിൽക്കാൻ പറ്റും. എല്ലാത്തിനെയും ഞാൻ ഇവിടെ ഇറക്കി വിടും. അപ്പൊ എന്നാ ചെയ്യും? ഞാനും എന്റെ മോനും കൂടെ ഇവിടെ അന്തസ്സായിട്ട് താമസിക്കും. ഒരു പെണ്ണിനെയും കെട്ടിക്കും. ഞങ്ങള് നാട്ടുകാരോടൊക്കെ പറയും ഞങ്ങളെ അച്ഛമ്മ ഇറക്കി വിട്ടു എന്ന് പറയും. അപ്പോഴോ നാട്ടുകാർക്കൊക്കെ എന്നെ നന്നായിട്ട് അറിയാന്നാ. ആ, അതാ ഞാൻ പറഞ്ഞ നന്നായിട്ട് അറിയാവുന്നതാ. അച്ഛമ്മ ഇറക്കി വിട്ടാലേ ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്നും നടക്കത്തില്ല. ഒരു വേലക്കാരെ വെക്കൂടിയേ അങ്ങനെയാണെങ്കിൽ. 10 വയസ്സ് ഇറക്കില്ല, എന്നിട്ട് വേലക്കാരെ വെക്കും. അതിന് കുഴപ്പമില്ല. അച്ഛൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കണ്ട. അച്ഛൻ ഒന്നും ചെയ്യാൻ പോണില്ല. ഞാൻ പറഞ്ഞ എന്റെ മോൻ കേക്കും. എനിക്കറിയാം അവനെ പെറ്റവള് ഞാനാ. ഞങ്ങളുടെ അച്ഛനും കൂടിയാ, ഞങ്ങൾക്കും അറിയാം. നിങ്ങളുടെ എന്റെ മകൻ കഴിഞ്ഞിട്ടല്ലേടി നിങ്ങളുടെ അച്ഛനുള്ളൂ. നിങ്ങൾ വലിയ ഭർത്താനൊന്നും പറഞ്ഞോട് വളം വേണ്ട കേട്ടോ. കൃഷ്ണേ, പെട്ടെന്ന് അലക്കി തീർത്തിട്ട് അകത്തി വരികേ. സോറി, ഞങ്ങൾ ബിസിയാ. അച്ഛമ്മ പോ, കാര്യൊന്നും നടക്കില്ല. കേട്ടോ, നിനക്കിട്ടും ഞാൻ തരൂരി. എന്തിന്റെ കേടാണ്? എടാ മോനെ, എടാ ഇതിലില്ലടാ, ആ ഗൂഗിൾ മീറ്റിംഗിൽ കയറാൻ പറ്റുന്നില്ല. നീ ഒന്ന് നോക്കിയടാ. അമ്മ തന്നെ ഇപ്പൊ ഗൂഗിൾ മീറ്റിലൊക്കെ ഇവിടെ കാണുന്നാ പോരെ? എടാ, ടൂറ് പോകുന്ന കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യണ്ടേ? അത് ശരിയാക്കിത്താ മോനെ. നിങ്ങൾ ടൂർ പോകുന്നവരൊക്കെ ഇപ്പൊ ഗൂഗിൾ മീറ്റിംഗ് വരെ പറയുന്നത്. ഇവിടുന്ന് കൂവി എല്ലാരും വന്നോളും. കിടന്ന് കൂവിയാ മതി. അടുത്തല്ലേ വീടൊക്കെ. എടാ, ഞാൻ കുടുംബശ്രീയുടെ സെക്രട്ടറി അല്ലേ, അപ്പൊ കുറച്ച് പരിഷ്കാരങ്ങളെല്ലാം ആവട്ടെ വിചാരിച്ചു. അതുകൊണ്ട് പരിഷ്കാരം എല്ലാം ഗൂഗിൾ മീറ്റിനകത്താ. നീ ഒന്ന് ശരിയാക്കി തരുമെങ്കിൽ ശരിയാക്കി തടാർന്ന്. കാര്യം ചോദിച്ചാ ചെയ്തു തരുമില്ല. അമ്മ വലിയ സെക്രട്ടറി ഒക്കെ ആയിരിക്കും. സെക്രട്ടറിയെ ഭർത്താവ് നല്ലോണം പറ്റിക്കുന്നുണ്ട്. അതുപോലെ അറിഞ്ഞായിരുന്നു. എന്ത് പറ്റിക്കേ? അമ്മക്ക് ഈ വണ്ടി ആരാ സെറ്റ് ചെയ്ത് തന്നെ?
അത് നിന്റെ അച്ഛൻ നല്ല അടിപൊളി സൂപ്പർ വണ്ടിയാന്നാ പറഞ്ഞേ. അടിപൊളി സൂപ്പർ വണ്ടിയാണ്, നല്ല പറക്കുന്നളി കണക്കൊരു വണ്ടിയാണ് ഉണ്ടാക്കൊണ്ട് വന്നേക്കുന്നത്. വർക്കും തളിയാ ആ മൊത്തം പുകയും കേസും മൊത്തം പോയ ഒരു വണ്ടി പെയിന്റ് അടിച്ച് കൊണ്ടുവന്നേക്കുന്നതാണ്. വണ്ടി കയറുമ്പോ അറിയാം പൊല്ലാപ്പെല്ലാം കൂടെ. ഇനി അത് ശരിയാക്കും, പോയാടായിരുന്നു ശരിയാക്കിയേ. അത് മാത്രല്ല നല്ല ഹൈ പാസിന്റെ കമ്മീഷനും വാങ്ങിച്ചേക്കുന്നേ. എന്തു ചിരിക്കുന്നേ? ഞാൻ ചിരിച്ചിട്ടൊന്നുമില്ല മക്കളെ. അയ്യേ, എന്താണ് അമ്മയമ്മാനും കൂടെ ചിരിയും കളിയൊക്കെ ആയിട്ട്? അല്ല നിങ്ങൾക്ക് 100 ആയുസാ. ഏ നിങ്ങളെ മോൻ നിങ്ങളെ പുകഴ്ത്തി പറഞ്ഞോണ്ടിരിക്കുക. പുകഴ്ത്തിയാ എന്നെയാ? എന്തുവാടാ മോനെ? നിങ്ങൾ മറ്റേ ടൂറിസ്റ്റ് ബസ്സാക്കി തന്നിട്ടില്ലേ, ആ. അതിൽ നിന്ന് കമ്മീഷൻ മേടിച്ചിട്ടുണ്ട്. മൊത്തം ഉടായ്പ, ചിരിക്കണ്ട കേട്ടാ. സത്യമായിട്ട് ഉടായ്പ, സത്യമായിട്ട് ഉടായ്പ. ചോദിച്ചു നോക്ക്. നീ കഷ്ടപ്പെടണ്ട. നിന്റെ അമ്മയോട് ഞാൻ നേരത്തെ തന്നെ പോയി പറഞ്ഞിട്ടുണ്ട്, നീ ഇതുപോലെ സത്യമായിട്ടുള്ള ഉടായ്പ പോയിട്ട് ഇറങ്ങുമെന്ന്. അപ്പൊ ഓടുന്ന വട്ടി കോരുമഴ മുന്നേ എറിഞ്ഞു, ഇനിയൊന്നും കേൾക്കൂലല്ലേ? ഞാൻ ചതിക്കണ്ട, ശ്രമിക്കാൻ വേണ്ടിട്ട്. നീ പോകുന്നതിനുള്ള കണ്ണുകടി അടി ഇവന്. കണ്ണും കടിച്ചങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. ഫോൺ ശരിയാക്കണ്ടായിരുന്നു. കുടുംബശ്രീയുടെ ഗൂഗിൾ മീറ്റ് എന്നാ ശരിയാക്കിയിട്ടുണ്ടോ? കൊണ്ടുപോ. ആ ലിങ്ക് തന്നെ ആക്കിയത്. ആ ലിങ്ക് തന്നെ ആക്കിയത്. ആ എല്ലാം ഫ്ലോപ്പായി വരുന്നത് എന്റെ അടുത്തോട് കരഞ്ഞോണ്ട് വന്നേക്കല്ലേ. എന്താ പറഞ്ഞേ? എല്ലാം ഫ്ലോപ്പ് ആയിട്ട് വരുമ്പോ എന്റെ അടുത്തോട്ട് കരിഞ്ഞുകൊണ്ട് വന്നേക്കല്ലേന്ന്. ഭർത്താവ് അപ്പൊ കാണൂല, സ്ഥലം വിടും പൈസ കൊണ്ട്. ഞാനേ കാണത്തുള്ളൂ. എന്തൊരു ഉടായ്പ ഡയലോഗാടാ നീ അടിക്കുന്നത്? വരട്ടെ, ടൂർ കഴിഞ്ഞ വരട്ടെ. ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കാം. അമ്മ ടൂർ കഴിഞ്ഞു. ചെക്കന് എന്തെങ്കിലും ഒരു ബഹുമാനം വേണ്ടേ അച്ഛന്? എടാ എന്ത് പറഞ്ഞാലും അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ലടാ. അല്ലെ നല്ല അടിപൊളി ബസ്സല്ലേ അല്ലേ നിങ്ങൾ പറഞ്ഞ AC ഒക്കെ ഉള്ളേ? നിങ്ങൾ എല്ലാരും കൂടെ ധൈര്യമായിട്ട് ടൂർ പോ. ഞാനല്ലേ വാക്ക് പറയുന്നത്. എന്നാലും ഇത്രയൊന്നും പറയാൻ പാടില്ലടാ. നീ അച്ഛനിട്ട് പാര വെക്കാറായോടാ? നീ ശ്രമിക്കടാ. പാവം, ഇതൊക്കെ ഈ ദോഷമൊക്കെ അവിടെ കൊണ്ട് തീർക്കും. പാവം, ഈ 10 ജന്മം ജനിച്ച എന്റെ ഉടായ്പ കണ്ടുപിടിക്കാൻ പോകുന്നില്ല. നീ അമ്മയെ പറ്റിച്ച് പൈസ മേടിക്കുമ്പോൾ ഞാൻ പാര വെക്കാറില്ലല്ലോ. പിന്നെ ഞാൻ മേടിക്കുന്നത് നീ എന്തിനാ പാര വെക്കാൻ വരുന്നത്? ഒരു കാര്യം നീ ഓർത്തു വെച്ചോ, ഇന്ന് നീ എനിക്കിട്ട് പാര വെച്ചു, ഇതിനൊരു പണി മോനെ നിനക്ക് കിട്ടും. പണി കിട്ടും. ടൂർ കഴിഞ്ഞെങ്കിൽ വരട്ടെ. അപ്പൊ ഇവിടെ പുഷ്പ കടന്ന് വിളയാടും. ടൂര് കഴിഞ്ഞ് വരയുമ്പോ അത് കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം. നീ എന്നെ സഹായിക്കണ്ട. ഓ ഇല്ല, ഞാൻ ഇങ്ങനെ കണ്ട് രസിക്കും. ആ ആനന്ദം. ഐ എം വെയിറ്റിംഗ്. ഒന്ന് ടൂർ കഴിഞ്ഞ് വരട്ടെ. ഓ ടൂറ് കുടുംബശ്രീകാര് മൊത്തം ഇവിടെ കയറി മേയും. കൊരുനാക്കൂച്ചും. പൊക്കോ. ആ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയാലേ നീ പാര വെച്ചാന്ന് ഞാൻ പറയും. ഞാൻ എന്ത് പാര വെക്കാം? ഞാൻ അവനെ കണ്ടിട്ടില്ലല്ലോ, പിന്നെ ഞാൻ പാര വെക്കുന്നത്. നീ ഇപ്പൊ അത് അവതരിപ്പിച്ചില്ലേ അങ്ങോട്ട്? വണ്ടി എന്തോ കുഴപ്പമുള്ള വണ്ടി ആക്കുന്നു, നീയാണ് പാര പെടുന്നതെന്ന് ഞാൻ പറയും. എന്തൊരു വിഷം ആച്ചാ, വിഷം. വിഷം നിനക്ക് കുറച്ച് ഞാൻ തരുന്നുണ്ട് വായിലോട്ട്. വിഷം പന്തക്കിട്ട് പാര വെക്കുന്നു. എന്നിട്ട് ഡേ വേണ്ട, ഞാൻ എടുത്ത് തലേ കമത്തുവേ നിന്റെ. സഞ്ജുവേ, സഞ്ജുവേ, നീ എന്തെടുക്കോടാ അവിടെ? ആ ഭരതനാട്യമൊക്കെ പിന്നെ കളിക്കാം. നീ ഇങ്ങോട്ടൊന്ന് വന്നേ. എടാ എനിക്ക് ആകെ ഒരു മനസ്സിനൊരു സുഖമില്ല, ഒരു വിഷമം. ഞാൻ ടോയ്ലറ്റിൽ പോകണ്ട. അതുകൊണ്ടൊന്നുമല്ല, പിന്നെ നിന്റെ അമ്മ ഊട്ടിക്ക് ടൂറ് പോവാന്ന് പറയുന്നു. അച്ഛമ്മയുടെ സമാധാന ഭാഗത്താണ് അമ്മ പോകുന്നത്, അല്ലല്ലോ പിന്നെന്തുവാ? എടാ അതല്ലടാ, എന്റെ കൊച്ചുമക്കളെയൊക്കെ കൂടെ കൂട്ടിയല്ലേ അവൾ ഊട്ടിക്ക് പോട്ടെ. ഞാൻ അവൾ ഒറ്റയ്ക്ക് പോകാൻ നോക്കുന്നു. ഓ അതച്ഛമ്മ ഭയങ്കര സങ്കടമായി. ഓ അതെ, നല്ല വിഷമമുണ്ട്. ഞാൻ ടൂർ പോകുമ്പോഴേക്ക് അച്ഛമ്മയല്ലേ വന്ന് മുടക്കൊണ്ടിരുന്നത് കോളേജ് വെച്ച്. എന്നാടാ സങ്കടം? നീ അതിന് കോളേജിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ടൂർ പോകാറില്ലടാ. അതുകൊണ്ട് അത് ഇവിടുന്ന് വിടാത്തോണ്ട് ഞാൻ നിങ്ങൾ അറിയാതെ പോകും. അതിനിപ്പോ എന്താ? നീ എന്ത് ചെയ്യൂടാ? അങ്ങനെയാണെങ്കിൽ എനിക്കൊരു പ്ലാൻ ഉണ്ട്. എന്ത് പ്ലാനാ? അച്ഛമ്മ ഏതേലുവേ വണ്ടിയുടെ ഉണ്ണി ചാടിയാൽ മതി. അതാമത്തേന് കുറെ നാൾ റെസ്റ്റ് കൊടുക്കാം, ഹോസ്പിറ്റലിലും പോവാം. അമ്മയ്ക്കാണെങ്കിൽ ഇവിടെ നിൽക്കേണ്ടി വരും. അത് നിന്റെ അച്ഛനോട് എന്ന് പറയടാ, വണ്ടിക്കടി ചാകാൻ. അച്ഛൻ ചാടിയാലും മതി, എന്നാലും അമ്മയുടെ പോക്ക് ഉണങ്ങൂല്ലോ. അയ്യോടാ കൊള്ളാലോ, അവന്റെ ഒരു പൂതി. ഞാൻ ചാവാൻ വേണ്ടിയല്ലേടാ നീ ഇത് പറഞ്ഞിരുന്ന? ചാവാനൊന്നുമല്ല, പിന്നെ എന്താ ഐഡിയ? അച്ഛമ്മ ഞാനിപ്പോ എന്തോ ചെയ്യാനാ? അതേ ഉള്ളു ഇപ്പൊ നടക്കുന്ന പ്ലാൻ. അല്ലെ ഇപ്പൊ എന്താ പെട്ടെന്ന് ചെയ്യുന്നത്? എന്റെ അടുത്ത് വേറെ ഐഡിയ ഒന്നുമില്ല, എന്റെ അടുത്ത് അതൊക്കെ ഉള്ളു. എന്നാ നല്ല പരിപാടിയിലെ കൊച്ചു ചെറുക്കൻ ഇവിടെ എത്തിയിരിക്കുന്നു. അച്ഛമ്മയ്ക്ക് എന്ത് വേണം ഞാൻ സാധിച്ചു തരാം. എനിക്കൊരു ആന വേണം, നീ സാധിച്ചു തരൂ. ആനയോ? ആ എന്റെ ഡ്രോയിങ് ബുക്കിൽ ഒരു ആന ഉണ്ട്, അത് എടുത്ത് കട്ട് ചെയ്ത് തന്നാ പോരെ? കൊടക്കാം. പറഞ്ഞോടോ എന്താടോ ഒരു വഴി? വണ്ടിയുടെ ഉണ്ണി ചാടാൻ പറ്റുമോ? അച്ഛമ്മയെ കൊല്ലാനോ? നീ എന്ത് വർത്താനാടാ പറയുന്നത്? അതേ ഉള്ളൂ പ്ലാൻ, വേറെ ഒന്നുമില്ല. ഇവിടെ ഞാൻ ചത്തുപോയില്ലടാ വണ്ടിക്കടി ചാടിയാൽ.
ചാവണ്ട, ചെറുതായിട്ടൊന്നും ഒന്നും അഭിനയിച്ച് ഇവിടെ കിടന്ന് അഭിനയിക്കുന്നില്ല, അതുപോലെ ഒന്ന് അഭിനയിച്ചാൽ മതി. മുട്ടി അഭിനയിച്ചാൽ മതി. അതെനിക്ക് പേടിയാ. എന്നാ പൊക്കോ, എനിക്ക് വേറെ ഐഡിയ ഒന്നും. എന്നാലും കണ്ടുപിടിക്കടാ, എന്തെങ്കിലും ഒരു ഐഡിയ കണ്ടുപിടിക്കടാ. അവളെ വിടരുത്, എനിക്ക് പൊക്കോ, ഞാൻ ആലോചിക്കട്ടെ. ആലോചിക്കണേ. ആ